بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതായത് എൻ്റെ നാട്ടിലെ പാവപ്പെട്ട രോഗികളെയും നാട്ടിലെന്നല്ല അടുത്ത പ്രദേശത്തൊക്കെ തന്നെ രോഗികളെ അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി വീട് നിർമ്മാണത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെയുള്ള പ്രവർത്തനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ഒരു സലഫി വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കളക്ഷൻ ക്ലാസ്സിന് ശേഷം നടക്കും. ഇപ്പോഴും എല്ലാവരും അതിനുവേണ്ടി സദഖത്തുൻ ജാരിയയിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖകളും എല്ലാ സ്വാലിഹായ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നെ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഷഹ്റു റമദാനിൻ്റെ സുപ്രധാന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നോമ്പുകൾ, നമ്മുടെ തറാവി നമസ്കാരം, ശുദ്ധ ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ, സദഖകൾ എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശനം ലഭിക്കണം. ആദ്യമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിക്കുന്നത് ആരാ? നിങ്ങൾ പറയാം, ആരാണ് ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത്? ഖാത്തിമുൽ അംബിയ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടാണ് മറ്റ് അംബിയാക്കൾ, അതുപോലെ തന്നെ സഹാബത്ത്, സലഫു സ്വാലിഹുകൾ, താബിയുകൾ, തബഉ താബിയുകൾ അവരെല്ലാം തന്നെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുന്നത്. അതിലൊരു കണ്ണിയായി എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നെ ഇടം കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നോമ്പുകാർ നമ്മളൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു. നോമ്പുകാർ ഒരു പ്രത്യേക കവാടത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. ആ കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ എന്നുള്ളത്. റയ്യ് എന്ന പദത്തിൽ നിന്നാണ് റയ്യാൻ ഉണ്ടായത്. ദാഹശമനം വരുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കവാടത്തെക്കുറിച്ച് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് പറഞ്ഞത്, സ്വർഗത്തിന് റയ്യാൻ എന്ന് പേര് വിളിക്കപ്പെടുന്ന ഒരു കവാടം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നോമ്പുകാരല്ലാതെ ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. ഐന സ്വാഇമൂൻ, സ്വാഇമൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നോമ്പുകാർ എവിടെ എന്ന് ചോദിക്കപ്പെടും. അപ്പോൾ അവർ നോമ്പ് അനുഷ്ഠിച്ചവർ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ അവർക്ക് മാത്രം ആ കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. ആ കവാടത്തിലൂടെയുള്ള സ്വർഗപ്രവേശമാണ് വിശ്വാസികളെ ഞാനും നിങ്ങളുമൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സർവ്വ സംവിധാനങ്ങളും ഒരുക്കി തന്ന നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഉണർത്തിയതുപോലെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചെന്ന് നമ്മോട് ഉണർത്തി പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളമാണ്, എത്ര വലിയ കാരുണ്യമാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വർഷിപ്പിച്ചിരുന്നത്, അല്ലേ? അത് ഭക്ഷണ പദാർത്ഥങ്ങളായി, അതുപോലെ തന്നെ വെള്ളമായി. ഇന്ന് വൈകുന്നേരവും നമുക്ക് അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് ലഭിച്ചു. ഇവിടൊക്കെ മഴ കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിൻ്റെ മഴ നമുക്ക് വീണ്ടും വീണ്ടും വർഷിപ്പിച്ച് തരുമാറാകട്ടെ. ഇങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങൾ വിശ്വാസികളെ നമുക്ക് ഒരുക്കി തന്നു നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് നമ്മോട് എത്രത്തോളം കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് അങ്ങേറ്റം കാരുണ്യത്തോടു കൂടി വർദ്ധിച്ചു. അർ റഹ്മാൻ അർ റഹീം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് വളരെ കൃത്യമായി കൊണ്ടറിയാം. അതുകൊണ്ട് ആ റഹ്മാന്റെ റഹീമിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ.
അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ തന്നെ ഉപമിച്ചത് ഒരു മനുഷ്യനോടാണ്. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ ഒരു വിളക്ക് കത്തിച്ചു. ആ വിളക്ക് കത്തിച്ചപ്പോൾ അതിലേക്ക് ധാരാളം പാറ്റകൾ വന്ന് വീഴുകയാണ്. നമുക്കറിയാം, ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ, ഇന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ആ പാറ്റ ഇങ്ങനെ പൊടിയുന്നത് നമുക്ക് കാണാം, ഈയാൻ പാറ്റകൾ. അപ്പൊ ഈ മനുഷ്യൻ കത്തിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മനുഷ്യൻ കത്തിച്ച വിളക്കിലേക്ക് ഈയാൻ പാറ്റകളൊക്കെ ഇങ്ങനെ വന്ന് വീഴാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, മറിച്ച് അതിലെരിഞ്ഞടങ്ങി ജീവിതം തീർക്കാൻ വേണ്ടിയിട്ടാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യൻ കത്തിച്ച വിളക്കിലേക്ക് ഈയാൻ പാറ്റകൾ ഇങ്ങനെ വന്ന് വീഴുമ്പോ ആ മനുഷ്യൻ തന്റെ 2 കൈ കൊണ്ടും ആ പാറ്റകൾ ഇങ്ങനെ തട്ടി മാറ്റുകയാണെന്നാണ്. എന്തിന്? അതിലേക്ക് വീണ് അതിന്റെ ജീവൻ പോകാതിരിക്കാൻ. ആ മനുഷ്യനെ പോലെയാണ് ഞാൻ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപമിക്കാൻ കാരണം? ആ വിളക്കിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്തിനോടാണ്? കത്തിജ്വലിക്കുന്ന മനുഷ്യനെയും കല്ലിനെയും വിറകാക്കുന്ന യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. സൂറത്തു തഹരീമിലൂടെ പറഞ്ഞില്ലേ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സ്വന്തക്കാരെ, നിങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ തന്നെ അതിൽ നിന്ന് കാത്തുകൊള്ളണേ. എന്തിൽ നിന്ന്? ആ നരകാഗ്നിയിൽ നിന്ന്. വഖൂദുഹൻ നാസ് വൽ ഹിജാറ, അവിടുത്തെ വിറകെന്താ? മനുഷ്യനും കല്ലുമാണ്. അപ്പോ ആ നരകത്തോടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിളക്കിനെ ഉപമിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ കത്തിച്ച വിളക്കിലേക്ക് ഈയാമ്പാറ്റകൾ വീണ് അതിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ മനുഷ്യൻ അതിനെ തട്ടി മാറ്റുന്നത് പോലെ, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളെല്ലാം തന്നെ ആ വിളക്കിനെ പോലെയുള്ള കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി വ്യഗ്രത കാണിക്കുകയാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമുള്ള നമ്മുടെ നേതാവാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളുടെ അരക്കെട്ട്, അല്ലെ, നമ്മുടെ അരക്കെട്ട് തന്നെ ഇതിലെ, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ച് എന്നിലേക്ക് ചേർത്ത് വെക്കുകയാണ്, എൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ നിങ്ങൾ ചേർത്ത് വെക്കുകയാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ പിടുത്തത്തിൽ നിന്നും കുതറി മാറി ആ നരകാഗ്നിയിലേക്ക് ചാടി വീഴാനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ ആ തട്ടി മാറ്റിയിട്ടും, മനുഷ്യൻ തട്ടി മാറ്റിയിട്ടും തീനാളത്തിലേക്ക്, വിളക്കിലേക്ക് വീഴുകൊണ്ടിരിക്കുന്ന പാറ്റകളെ പോലെയെന്ന്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നയിക്കാൻ വേണ്ടി എത്രത്തോളം കാരുണ്യത്തോടു കൂടിയാണ് വർത്തിച്ചത്. ആ നരകാഗ്നിയിലേക്ക് പോകാതിരിക്കാൻ, അല്ലേ, ശിർക്ക് ചെയ്തുകൊണ്ട്, വിദ്അത്തുകൾ ചെയ്തുകൊണ്ട്, മദ്യപിച്ച്, വ്യഭിചരിച്ച്, പലിശ വാങ്ങി, അതുപോലെ തന്നെ പല അധാർമികതകളിലൂടെയും മുന്നോട്ട് പോയി ആ നരകാഗ്നിയിലേക്ക് നിങ്ങൾ ചാടി വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു, എന്നോട് ചേർത്ത് പിടിക്കുന്നു, എന്നിട്ടും നിങ്ങൾ കുതറി മാറുകയാണ്. അപ്പൊ വിശ്വാസികളെ, അക്കൂട്ടരിൽ നമ്മൾ ഒരിക്കലും തന്നെ പെട്ടുകൂടാ. പിന്നെ നമ്മൾ ആരുടെ കൂട്ടത്തിലാണ് പെടേണ്ടത്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യപൂർവ്വം തന്നിലേക്ക് ചേർത്തു പിടിച്ച ആ വിശ്വാസികളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ സാധിക്കുക. അപ്പോഴാണ് അർത്ഥതലത്തിലുള്ള അർത്ഥഗർഭമായ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കണം. അള്ളാഹ് പറഞ്ഞത് അങ്ങനെയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, അല്ലെ? ഹദീസ് നമ്മൾ എത്രയോ കേട്ടതാ. നോമ്പ് എനിക്കുള്ളതാ. അതിന്റെ അർത്ഥം നിസ്കാരവും ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ വേറെ ആർക്കും ആണെന്നാണോ? അല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമെന്നാണോ? അല്ല. മറിച്ച് എല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്കുള്ളതാണ്. പക്ഷെ നോമ്പിനെ കുറിച്ച് അള്ളാഹ് പ്രത്യേകം അങ്ങനെ പറഞ്ഞു, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത്. അതുപോലെ തന്നെ ജുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചയാണെന്നാണ്. എല്ലാ തിന്മകളെയും പ്രതിരോധിച്ചു നിർത്തുന്ന പരിച, അല്ലെ? എല്ലാ തരത്തിലുള്ള വെട്ടുകളെയും പ്രതിരോധിക്കുന്ന പരിചയായിക്കൊണ്ട്, ജുന്നത്തായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ തന്നെ അർത്ഥതലത്തിലുള്ള, അല്ലെങ്കിൽ എല്ലാ നിലക്കും സമ്പുഷ്ടമായ ഇബാദത്താണ് നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിശ്വാസികളെ, അതുകൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന നോമ്പുകാരായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ നോമ്പ് എന്തുകൊണ്ടും പരിശുദ്ധമായി തീരണം. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ തൗബയുടെ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഏത് രൂപത്തിലുള്ള തൗബയാണ്? തെറ്റുകൾ ഇങ്ങനെ ചെയ്യുക. റമദാന് മുമ്പ് കുറെ തെറ്റ് ചെയ്തു, റമദാനിൽ
എല്ലാം അല്ല പുറത്തിരല്ലോ, അതുകൊണ്ട് റമദാൻ ഒറ്റ പ്രാർത്ഥന അല്ലെങ്കിൽ നിരന്തരമായി പ്രാർത്ഥിക്കാം, പിന്നെയും തെറ്റിലേക്ക് പോവാ, അങ്ങനെയാണോ? അല്ല. ഒരു തെറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകാത്ത രൂപത്തിലുള്ള തൗബ, അതിനാണ് എന്ത് പേര് പറയാ? തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്നത്. അള്ളാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. എങ്ങനെയുള്ള തൗബ? അതായത് പിന്നീട് ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകാത്ത രൂപത്തിലുള്ള തൗബത്തുൻ നസൂഹ്, ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ ചെയ്തു മടങ്ങണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മെ ഉണർത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുകയാണ്, മൻ താബ ഖബ്ല അൻ തത്ലു അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. ഒരു മനുഷ്യൻ രാത്രി ചെയ്തു പോയ തെറ്റിനൊക്കെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങുകയാണ്. അതുപോലെ തന്നെ അവൻ പകലിലും സൂര്യാസ്തമയത്തിനുമൊക്കെ തന്നെ മുമ്പ് തൗബ ചെയ്തു മടങ്ങുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിച്ചിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, തൗബയെക്കുറിച്ച് എത്ര ആയത്തുകൾ, ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വലിയൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിൽ അള്ളാഹിന്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണത്? ഒരു മനുഷ്യന് തൻ്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാണ്. അവൻ്റെ യാത്രാ സാമഗ്രികൾ പ്രധാനപ്പെട്ട പലതും അതിൻ്റെ പുറത്താണുള്ളത്. ആ മനുഷ്യന് മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കുറേ മുന്നോട്ട് പോയപ്പോൾ ക്ഷീണമുണ്ടായി. നമുക്കറിയാം, ദാഹവും വിശപ്പും ക്ഷീണമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അങ്ങനെ ആ മനുഷ്യൻ എന്താ ചെയ്തത്? ഒരു മരം കണ്ടപ്പോൾ ആ മരത്തണലിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒട്ടകത്തിനവിടെ നിർത്തി ഒന്ന് കിടന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? അദ്ദേഹം മയങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന്, ആ മയക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ എന്തിനെ കാണുന്നില്ല? തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ യാത്രാ വാഹനത്തെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. ബേജാറുണ്ടായി, പ്രയാസമുണ്ടായി. അങ്ങനെ ആ മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ തിരഞ്ഞ് നടന്നപ്പോൾ ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടാണ്, കാണുകയാണ്. ആ മനുഷ്യന് എത്രത്തോളം സന്തോഷമുണ്ടായി. നമ്മൾ ആലോചിച്ചു നോക്കി, നമ്മളിങ്ങനെ കുടുംബസമേതം ഒരു വാഹനത്തിൽ യാത്ര പോയി, അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു അത്യാവശ്യത്തിന് വേണ്ടി നമ്മുടെ വാഹനം അവിടെ നിർത്തി, നമ്മളും കുടുംബക്കാരൊക്കെ ഇറങ്ങി അല്ലേ? അവിടെ നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വാഹനം കാണുന്നില്ല. അതിനാണെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരമുണ്ട്, അടിയാധാരമുണ്ട്, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലേ? അങ്ങനെ പലതും ഉണ്ട്, അത് കാണുന്നില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ച് അങ്ങനെ കുറേ തിരഞ്ഞ് അവസാനം കിട്ടിയാൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അല്ലേ? അതുപോലെ ഈ മനുഷ്യന്റെ യാത്രാ വാഹനത്തെ തിരിച്ചു കിട്ടിയപ്പോൾ, ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു പോവാണ്. എന്താ പറഞ്ഞു പോകുന്നത്? റബ്ബേ, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. ശരിക്കും എന്താ പറയണ്ടേ? റബ്ബേ, നീ മാത്രമാണ് എൻ്റെ റബ്ബ്, ഞാൻ നിന്റെ അടിമയാണെന്ന് പറയേണ്ട വാചകം സന്തോഷം കൊണ്ട് നേരെ തിരിച്ചു പറഞ്ഞു പോവാണ്. ആ ഒരു മനുഷ്യനേക്കാൾ ആർക്ക് സന്തോഷം ഉണ്ടെന്നാണ്? നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ, നമ്മുടെ തൗബ സ്വീകരിക്കുന്ന, നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സർവ്വ സംവിധാനങ്ങളും ഏകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നവനാണ്. ആരുടെ വിഷയത്തിൽ? അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിയവന്റെ വിഷയത്തിലെന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന നോമ്പുകളായി നമ്മുടെ നോമ്പുകൾ മാറണമെങ്കിൽ തൗബയുടെ മാസമായി ഈ ഒരു പരിശുദ്ധ ദിനരാത്രങ്ങളെ വിനിയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗപ്രവേശം ലഭിക്കണമെങ്കിൽ ഈ ഒരു മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്ന സന്ദർഭത്തിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാലോചിക്കും, ഒരു നോമ്പിൻ്റെ തന്നെ പ്രത്യേകത എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നോമ്പ്, അത് ഫർദ് നോമ്പായാലും സുന്നത്ത് നോമ്പായാലും ഒക്കെ തന്നെ, നമ്മളൊരു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 70 വർഷമാണ് അതുകൊണ്ട് ആ വ്യക്തി, ആ വിശ്വാസി നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓരോ നോമ്പ് കൊണ്ടും 70 വർഷം വെച്ച് നരകത്തിൽ നിന്ന് ഞാനും നിങ്ങളും വിദൂരമാക്കപ്പെടുമെങ്കിൽ നമുക്ക് എത്ര നല്ല അവസരമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ലഭിക്കാൻ പോകുന്നത്, എത്ര ഉന്നതമായ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ നിലക്കുള്ള നോമ്പായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം വിശ്വാസികളെ? നമ്മുടെ നോമ്പുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലെ, അതിനായത്തും ഹദീസൊക്കെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബയിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടാകും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൻ്റെതായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായ അർത്ഥതലത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിക്കണം. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹുബ്ബ് ലഭിക്കുന്ന രൂപത്തിലായിരിക്കണം. അള്ളാഹ് പറഞ്ഞല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ, താങ്കൾ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ
അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നുണ്ട് പറഞ്ഞാൽ മതിയോ? പോരാ, ഫത്തബിഊനി, എന്നെ അനുസരിക്കുവിൻ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പിൻപറ്റി ജീവിക്കുന്നു, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ അള്ളാഹിന്റെ ഇഷ്ടം നമുക്കുണ്ടാവൂ. എന്നിട്ടെന്താ പറയാണ്? അങ്ങനെയാണെങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തരികയും ചെയ്യും. അപ്പോൾ വിശ്വാസികളെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയൊക്കെ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നോമ്പിന്റെ ഈ കാലത്ത് തന്നെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഓരോ കാര്യങ്ങളില്ലേ, അതൊക്കെ നെഞ്ചേറ്റാൻ നിങ്ങൾക്കും സാധിക്കണം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹിയായി വന്നിരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പരിശോധിച്ച് നോക്കൂ, അത്താഴത്തിന്റെ വിഷയം തന്നെ എടുക്കൂ. എന്താ അത്താഴത്തെക്കുറിച്ച് പറഞ്ഞത്? നമ്മൾ പ്രഭാഷണങ്ങളിലൂടെ, ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ തന്നെ കേൾക്കുന്നുണ്ട്, എന്നാലും സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്ഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പോൾ തീർച്ചയായും അത്താഴത്തിൽ എന്തുണ്ടെന്നാണ്? ബർക്കത്തുണ്ട്. നമ്മളയച്ചു അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ അത്താഴം എടുക്കുന്നതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ ഹുബ്ബ് പ്രകടിപ്പിക്കുകയാണ്. ഫത്തബിഊനി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞെങ്കിൽ അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റുകയാണ്. അവിടെ ഒരാൾ പറയാണ്, എനിക്ക് അങ്ങനെ അത്താഴൊന്നും വേണ്ട, ഞാനിങ്ങനെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ രാത്രി അങ്ങോട്ട് തറാവീഹ് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങും, അങ്ങനെ അങ്ങോട്ട് നേരം വെളുക്കും, അല്ലേ, സുബഹി ബാങ്ക് കേൾക്കും, ഇങ്ങോട്ട് വന്ന് നിസ്കരിക്കും, എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ടാന്ന്. അങ്ങനല്ല, മറിച്ച് ഒരു കവിള് വെള്ളം, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ച്, ചില ആളുകൾക്ക് അത്താഴം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളവും 2-3 ഈത്തപ്പഴവും മതിയാവും, ചില ആളുകൾക്ക് ഒരു നേന്ത്രപ്പഴം മതിയാവും, ചില ആളുകൾക്ക് ചപ്പാത്തിയോ ചോറൊക്കെ തിന്നേണ്ടി വരും. എന്തായാലും വിശ്വാസികളെ, നമ്മൾ അതിന്റെ പോരിശ്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതിൽ ബർക്കത്തുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലേ? ആ അത്താഴം കഴിക്കുക, അതിന് ഇടയിൽ ഒരു 50-60 ആയത്ത് ഓതാനുള്ള ഒരു ഗ്യാപ്പ്, എന്നിട്ട് ആ സുബഹ് ബാങ്ക് കേൾക്കുന്നു, പള്ളിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് സഹോദരിമാരായാലും നമ്മൾക്ക് എഴുന്ന രൂപത്തിൽ വീട്ടിൽ വെച്ചാണെങ്കിൽ അങ്ങനെ നമസ്കരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ പോരിശ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുകയാണ്, പ്രവാചകനെ ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കി, പ്രവാചകൻ പറഞ്ഞ മറ്റൊരു സംഗതി, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക. ചില ആൾക്കാരുണ്ടാവും, പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കേട്ടാലും എന്തായാലും കൊണ്ട് നോമ്പ് ഓർക്കൂല, അല്ലേ? 2-3 വാചകങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, ഹയ്യാല സ്വലാഹ് എന്നൊക്കെ എത്തിക്കോട്ടെ, അങ്ങനൊന്നും വേണ്ട, എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നോമ്പ് തുറക്കാനുള്ള ആ ഒരു ധൃതിയില്ലേ, അതിന് കൂലിണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ര, അതായത് ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലം അത്രയും. അപ്പൊ നമ്മൾ ആലോചിക്കുക, അതിലൊക്കെ തന്നെ പ്രവാചകന്റെ തൃപ്തിയും പ്രവാചകന്റെ ഇഷ്ടവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, ഈ റമദാൻ മാസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാണ്. 3 കാര്യങ്ങൾ നോമ്പ് നോറ്റ് നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളത്, അത് വളരെ പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹ ഹദീസിലൂടെ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതിൽ പറഞ്ഞ 3 സംഗതി എന്താണ്? 1, ഖൗലു സൂർ, മോശമായ വാക്ക് ഉപേക്ഷിക്കുക. മോശമായ വാക്കുകൾ ഉപേക്ഷിക്കാതെ നമ്മൾ നോമ്പ് നോറ്റത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അങ്ങനെയുള്ള ആളുകൾ പട്ടിണി കിടന്നാൽ ആ പട്ടിണി അവശേഷിക്കാന്നല്ലാതെ അന്നപാനീയങ്ങളൊക്കെ മാറ്റി നിർത്തി, അങ്ങനെ അവൻ എല്ലാം മാറ്റി നിർത്തിയത് ബാക്കിയാകാന്നല്ലാതെ അള്ളാഹിന്റെ അടുത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. എങ്ങനെ? അവൻ ഖൗലു സൂറുമായി നടന്നാൽ. എന്താ ഖൗലു സൂർ? മോശമായ വർത്തമാനം. നമ്മൾ ആലോചിച്ച് നോക്കി, റമദാനിലും അല്ലാത്ത കാലത്തൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. പല ആളുകളും നോമ്പനുഷ്ഠിച്ച് ഇല്ലേ ഇങ്ങനെ കൂടിയിരിക്കും, ഖുർആൻ ഓതുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, നല്ല കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അറിയാതെ സംസാരത്തിലേക്ക് ഏഷണി കടന്നു വരികയാണ്, പരദൂഷണം കടന്നു വരികയാണ്. അപ്പോഴാണ് ഓർമ്മ ഉണ്ടാകുക, നമ്മളിപ്പോൾ നോമ്പുകാരാണല്ലോ, അതൊന്നും പറഞ്ഞുവിടല്ലോ അല്ലേ, അപ്പം നിർത്തി. അങ്ങനല്ല സഹോദരന്മാരെ, നോമ്പുകാരനാണ് എന്ന ബോധ്യമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം. ഒരാളെ കുറിച്ച് പരദൂഷണം പറയാന്ന വളരെയേറെ അല്ലേ, അതിനൊക്കെ കുറിച്ച് വളരെ ശക്തമായി നമ്മൾ ഈ ഇന്നത്തെ തറാവീഹ് നിസ്കാരത്തിൽ ഇമാം പാരായണം ചെയ്ത അധ്യായം നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലെ വചനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. നമ്മളത് വളരെയേറെ ശ്രദ്ധാപൂർവം കാതോർത്തു. അതിലൊക്കെ പറയുന്നുണ്ട് എന്താണ്? ഗൈബത്ത് പറഞ്ഞാൽ അതിന്റെ അപകടം അല്ലേ, പച്ച മാംസം തിന്നുന്നത് പോലെയാണെന്ന്.
അല്ലേ? നമ്മളാലോചിച്ച് ഒരാളിൽ ഉള്ളതാണ്. അതാണ് സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾ പറയുന്നൊരു സംഗതി ഒരു മനുഷ്യനിൽ ഉള്ളതാണെങ്കിൽ പിന്നെ അത് പിന്നെ പറയുന്നതിൽ എന്താ തെറ്റെന്ന്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളത് പറയുന്നതിന് തന്നെയാണ് എന്ത് പറയാ, ഗൈബത്ത് എന്ന് പറയാ. നിങ്ങൾ ഒരാളിൽ ഇല്ലാത്തതാണ് പറയുന്നെങ്കിൽ അതാണ് കദിബ്, കളവ് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസികളെ, നമ്മുടെ നോമ്പിൽ ഏഷണിയും പരദൂഷണവും കളവും ഒന്നും വന്നുകൂടാ. അതൊക്കെ ഖൗലുസൂറാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാൻ പറഞ്ഞ മറ്റൊരു സംഗതി എന്താണ്? അൽ അമൽ. എന്ത് അമലാണ്? മോശപ്പെട്ട പ്രവർത്തനം. ഇവിടെ ആലോചിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു പോലും ഹറാമായ സംഗതികളിലൂടെ നീക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയ്യാൻ എന്തെങ്കിലും മോശമായ പ്രവർത്തനം ചെയ്യാൻ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ അല്ലേ അതിങ്ങനെ നീക്കി പല ആളുകളുണ്ട്. ഈ റമദാൻ മാസം, റമദാന്റെ മുമ്പൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഈ റമദാൻ മാസം വന്നാൽ നോമ്പൊക്കെ അനുഷ്ഠിച്ച് മൊബൈലിൽ കുറച്ച് ഇടപെടുന്നത് ശ്രദ്ധിക്കും ഞാൻ, അല്ലേ? മൊബൈൽ തീരെ ഉപയോഗിക്കേണ്ടതല്ല പറയുന്നത്, എന്നാലും ഞാൻ പലതും ഇങ്ങനെ കാണുന്നത്, റീൽസ് കാണുന്നത്, പലതും പല കോമഡി കാണുന്നതൊക്കെ നിർത്തും ഒക്കെ വിചാരിച്ചതല്ലാതെ റമദാൻ മാസമായിട്ട് എന്നിട്ടും അതിലിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. വിശ്വാസികളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ കാര്യം നമ്മൾ ഉണർത്തേണ്ടതുണ്ട്. നമ്മളാലോചിച്ച് അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ ഹറാം കാണുന്ന അവസ്ഥ നോമ്പ് നോറ്റുണ്ടായാൽ പിന്നെ നമ്മുടെ നോമ്പ് എന്ത് അർത്ഥമാണ് അതിനുള്ള ഉണ്ടാവുക? എങ്ങനെയാണ് നമുക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ കിടക്കാൻ സാധിക്കുക? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്ന് ഇങ്ങനെ ഒന്നും മോശമായ പ്രവർത്തനം ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ ഈ പരിശുദ്ധ മാസത്തിൽ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാൻ പറഞ്ഞ സംഗതി എന്താണ്? അൽ ജഹ്ല്, അവിവേകമാണ്. അല്ലേ? അവിവേകം എന്ന് പറയുമ്പോ കോപത്തിന്റെ വിഷയം, അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് നസീഹത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞ എന്താണ്? നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അങ്ങനത്തെ വിഷയമൊന്നുമല്ല. അതൊക്കെ പ്രധാനം തന്നെയാണ്. പക്ഷേ തന്നിലേക്ക് സതുപദേശം തേടി വന്ന ഒരു മനുഷ്യനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നുണ്ട്. ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, നീ കോപിക്കല്ലേ, കോപിക്കല്ലേ, കോപിക്കല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നസീഹത്തിന്റെ ഒരു പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിൽ കോപിക്കാനുള്ള അവസരം പല സന്ദർഭത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് നോമ്പ് നോറ്റ്, അല്ലേ, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പല വിഷയത്തിലും ദേഷ്യപ്പെട്ടെന്ന് വരും. പക്ഷെ അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ നോമ്പനുഷ്ഠിച്ചവർക്കാണ്, പിടിച്ചു നിർത്തിയവർക്കാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ ആ നോമ്പുമായി പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ദേഷ്യം അടക്കി പിടിച്ച, കോപം അടക്കി പിടിച്ച ഒരു വിശ്വാസിക്കുള്ള സ്ഥാനം എന്താണെന്നറിയാം നാളെ പരലോകത്ത്? അതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് ഉണർത്തി. അതായത് ഒരാൾക്ക് തൻ്റെ കോപം നടപ്പിലാക്കാനുള്ള നല്ല അവസരം ലഭിക്കുകയാണ്. അവന് ദേഷ്യം പിടിച്ചിട്ട് പലതും അവന് ചെയ്യാം, പക്ഷെ അവൻ അവിടെ നിയന്ത്രിച്ചു. എങ്ങനെ? അള്ളാനെ പേടിച്ചിട്ട് ഞാനിങ്ങനെ കോപിച്ചാൽ ആ കോപത്തിന്റെ ഫലമായി ഇന്ന സംഗതി ചെയ്താൽ എനിക്ക് നാളെ പ്രവേശം ലഭിക്കുക, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലായിരിക്കും, ആ ഒരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന ശക്തമായ തീരുമാനത്തിൽ ആ മനുഷ്യൻ മുന്നോട്ട് പോയി. അങ്ങനെ കോപം അടക്കി നിർത്തിയ ഒരു മനുഷ്യന് നാളെ സ്വർഗത്തിൽ കിട്ടാൻ പോണ സംഗതി എന്താണെന്നറിയോ? ഉന്നതമായ നേട്ടമാണ്. നാളെ പരലോകത്ത് വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് എല്ലാ സൃഷ്ടികൾക്കിടയിലും ശ്രദ്ധിക്കണം, അതായത് കോപം അടക്കി പിടിച്ച ഒരു മനുഷ്യന്റെ പ്രത്യേകത പറയാണ്, മറ്റ് എല്ലാവർക്കും ഇടയിൽ വെച്ച് ആ മനുഷ്യനെ പ്രത്യേകം വിളിക്കുമെന്നാണ്. ആരെ? ദുനിയാവിൽ കോപം അടക്കി പിടിച്ച മനുഷ്യനെ. എന്നിട്ട് അവനെ പ്രത്യേകമായി പ്രശംസിക്കുമെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ കടന്നു വരുന്ന ഒരു VIP, അത് MP യോ MLA യോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരാൾ ഒരു പ്രത്യേകമായ ഒരു നമ്മളൊക്കെ തന്നെ ആദരിക്കുന്ന ഒരു VIP ഇങ്ങനെ കടന്നു വന്നിട്ട് അവിടെ ഇങ്ങനെ ഉദ്ഘാടന പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണമൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ഈ സദസ്സിലുള്ള ഒരു സാധാരണക്കാരനായ നമ്മിൽ ഒരാളെ ആ മനുഷ്യനെ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണ്, പ്രത്യേകം പ്രശംസിച്ചാൽ ആ മനുഷ്യൻ്റെ ഒരു ഗെറ്റപ്പായിരിക്കും, അല്ലേ? ദുനിയാവിലൊരു കാര്യമാണ്, നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു മാഹാത്മ്യം, എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളും, അല്ലേ? ആ പരിപാടി കഴിഞ്ഞാലും ഒന്ന് എളിഞ്ഞു നിൽക്കുക മനുഷ്യന്. എന്നാൽ നമ്മൾ ആലോചിച്ച സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ഒക്കെ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ, നമുക്ക് കുടിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളം, ശ്വസിക്കാനുള്ള വായു, സർവ്വ സംവിധാനവും ഏകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചും എല്ലാ സൃഷ്ടികൾക്കും ഇടയിൽ നമ്മളെ പ്രത്യേകമായി പ്രശംസിക്കുക. ആരെ? കോപിക്കാനുള്ള അവസരമുണ്ടായിട്ടും അതിനെ പിടിച്ചു നിർത്തിയ നമ്മളെ, അങ്ങനെയുള്ളൊരു മനുഷ്യനെ അള്ളാഹ് പ്രത്യേകം പേരെടുത്ത് പ്രശംസിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
അത് ആർക്കാ കിട്ടുന്നത്? കോപം അടക്കി പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു വിവേകമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. അവിവേകം, ജഹ്ല് എന്ന് പറഞ്ഞാൽ അജ്ഞത, അവിവേകം എന്നൊക്കെ അതിനർത്ഥം. അതും നല്ല ഒരു നോമ്പുകാരനിൽ ഉണ്ടായിക്കൂടാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ ഉണർത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെയെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച് നല്ല നോമ്പുകാരായി മാറാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത്, വിശ്വാസികളെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും എന്ത് ആഗ്രഹമുണ്ടാകണം? എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകണം. അത് പറയാൻ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹി, ആരെങ്കിലും അള്ളാഹുവായി കൊണ്ടുള്ള ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഹബ്ബല്ലാഹ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താ ആഗ്രഹം ഉണ്ടാകേണ്ടത്? എനിക്ക് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു. എന്നാൽ ഒരു മനുഷ്യന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ വിഷയം വെറുപ്പാണ്, എനിക്ക് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ല, കാര്യം ഞാൻ വെറുക്കുന്നു എന്ന് വിചാരിച്ചാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവനോടും വെറുപ്പാണ്, അവനെ കണ്ടുമുട്ടുന്ന വിഷയം വെറുപ്പാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന എന്താണ്? ഒന്നാമത് പറഞ്ഞ വിഷയമാണ്, എനിക്ക് നല്ല പ്രവർത്തനം ചെയ്ത് നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് ദിക്റുകളും ദുആകളും ഖുർആൻ പ്രാർത്ഥനയുമായി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിനും വിശ്വാസികളെ നമ്മോട് അങ്ങേറ്റം ഇഷ്ടമാണ്, നമ്മെ കണ്ടുമുട്ടുന്നതും ഇഷ്ടമാണ്. അതുകൊണ്ട് അക്കൂട്ടരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹ് പറഞ്ഞല്ലോ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അല്ലേ, നമുക്കറിയാവുന്ന ആയത്തല്ലേ? സൂറത്തുൽ ജുമയിലൂടെ നമ്മെ ഉണർത്തി അള്ളാഹ് നമ്മോട് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യരോട്, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും അവരൊക്കെ തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ മരണം, നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഓടിയകലാൻ ശ്രമിച്ചാലും നിങ്ങളതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഒരാൾക്കും മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നീട് ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യരെ നിങ്ങളൊക്കെ തന്നെ മടക്കപ്പെടുകയും ചെയ്യും. വിശ്വാസികളെ, ആ ഒരു ചിന്തയാണ് സദാസമയവും നമ്മെ നയിക്കേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെ ആ ഒരു ചിന്തയുമായി നോമ്പനുഷ്ഠിച്ച് ഗമിക്കുകയാണെങ്കിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് പ്രവേശനം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിശ്വാസികളെ, നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് നമുക്ക് ആ സ്വർഗപ്രവേശം ലഭിക്കണമെങ്കിൽ, റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ സാധിക്കണമെങ്കിൽ ഈ റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലേ? അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. ഇതൊക്കെ അറിയാവുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുക. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞെന്താണ്? നിങ്ങൾ എന്നെ ഓർക്കുവീൻ, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, എന്നോട് ശുക്റുള്ളവരായി തീരുവീൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവും നമ്മോട് ഇഷ്ടമുള്ളവരായിരിക്കും. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ആയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണർത്തിയ സംഗതിയാണ്, ദിക്റുള്ള ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. എന്നാൽ അതായത് അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ചിന്ത ഉണ്ടാവുക, പ്രാർത്ഥനയും ഖുർആൻ പാരായണമൊക്കെയായി അള്ളാഹുവിലേക്ക് അടുക്കുക, അങ്ങനെയാണെങ്കിൽ അവനാണ് ജീവിച്ചിരിക്കുന്നവനെ പോലെ ആയിത്തീരുന്നത്. അല്ലാതെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലേ, തസ്ബീഹില്ല, തഹ്ലീലില്ല, തക്ബീറില്ല, അതൊന്നും ചെല്ലുന്നില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം, ആ ദിക്റൊന്നും ഇല്ലെങ്കിൽ അവൻ ആരെപ്പോലെയാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവൻ മരിച്ചവനെ പോലെയാണ്. നമ്മളൊന്നും മരിച്ചിട്ടില്ലല്ലോ, നമ്മളൊക്കെ ഹയാത്തിലുള്ളവരാണ്. നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, അല്ലേ, വായു ശ്വസിക്കുന്നു, വെള്ളം കുടിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ഹെവിയായി ജീവസുറ്റവരായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞ് ദിക്റുള്ള ഉണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും തന്നെ മരിച്ചവരെ പോലെയല്ല. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കുക, ദിക്റുള്ള എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ദിക്റുകൾ, ദുആകൾ വർദ്ധിപ്പിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണത്തിന്റെ വിഷയം പറയുമ്പോൾ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഉദാഹരണം ഞാൻ പ്രത്യേകം പറയല്ല. അതായത് ഖുർആൻ ഓതുന്ന ഒരു വിശ്വാസിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്തിനോടാണ്?
അതായത് നമ്മളിപ്പോൾ റമദാൻ മാസത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണല്ലോ ഖുർആൻ പാരായണം അല്ലേ? സുബ്ഹിക്ക് ശേഷവും അതുപോലെ തന്നെ പള്ളിയിൽ വന്നാൽ ദുഹറിനും അസറിനും എല്ലാ സമയത്തും നമ്മൾ പള്ളിയിലാണെങ്കിലും വീട്ടിൽ വെച്ചാണെങ്കിലും ഒക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നു. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദിക്റുള്ള നെഞ്ചേറ്റുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിരിക്കുന്നത് ഉത്തുറുജ്ജത്തിനോടാണ്. എന്താ ഉത്തുറുജ്ജത്ത് എന്ന് പറഞ്ഞാൽ ആരാ പറയോ? എന്താ ഉത്തുറുജ്ജത്ത്? ഞാൻ പോയിക്കട്ടെ, ബുർത്തുക്കാല്. നമ്മൾ സാധാരണ അതായിട്ട് കേട്ട് ബുർത്തുക്കാല്, നാരങ്ങ, ഓറഞ്ച് അല്ലേ? അതിൻ്റെ മറ്റൊരു പദമാണ് മാതള നാരങ്ങ ഒക്കെ പറയുന്ന പേരാണ് ഉത്തുറുജ്ജത്ത്. ഉത്തുറുജ്ജത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനേ വേണ്ടി ഒരുങ്ങണ്ട. ആരെങ്കിലും നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഒരാളൊരു ഓറഞ്ച് പൊളിച്ച് കഴിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ നല്ല സ്മെല്ല് അല്ലേ നമ്മൾ കൂടി ആസ്വദിക്കും അല്ലേ? അപ്പം നല്ല സ്മെല്ല്, നല്ല മണമാണതിന്, നല്ല രുചിയാണ്. ഓരോ ഉത്തുറുജ്ജത്തിൻ്റെ ഓരോ മാതള നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഒക്കെ തന്നെ നാരങ്ങ വർഗത്തിൽപ്പെട്ട ഏതായാലും അതിങ്ങനെ വായിലേക്ക് വെച്ചാൽ ആ പുളിയും മധുരമൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ആരെ? ജീവിതത്തിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, അതോടൊപ്പം അവൻ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ളൊരു വിശ്വാസിയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉപമിച്ചു. ഈ ഉദാഹരണം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. തംബ്ര. എന്താ തംബ്ര? ഞാൻ പറയും തംബ്ര എന്താ? കാരക്ക, ഈത്തപ്പഴം. നമ്മളിപ്പോൾ സുലഭമായി നമ്മുടെ മുമ്പിലുണ്ട്. നോമ്പ് തുറക്കാനും നോമ്പ് നോൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ഉന്നതമായ അജ്വ, അതടക്കം നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കിലോക്ക് 120 രൂപ മുതൽ 1000, 1500 രൂപ വിലയുള്ള കാരക്ക വരെ കിട്ടാനുണ്ട് അല്ലേ? ഏത് ഈത്തപ്പഴം എടുത്തു നോക്കിയാലും അതിനൊക്കെ ഒരേ സ്മെല്ലായിരിക്കും. ഇന്ന ഈത്തപ്പഴത്തിന് നല്ല പ്രത്യേക സ്മെല്ലുണ്ട് പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാത്തിനും ഒരേ മണമായിരിക്കും. എന്നാൽ ടേസ്റ്റിൽ അത് സുക്കരിൻ്റെ വേറെ, അജുവൻ്റെ വേറെ അല്ലേ? ഓരോ ഈത്തപ്പഴത്തിനും സെപ്പറേറ്റ് ടേസ്റ്റ് ആയിരിക്കും. അതുപോലെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ആരെ? ഖുർആൻ ഓതുന്നില്ല, അവൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഖുർആൻ ഓതാൻ സമയം കിട്ടില്ല. വിശ്വാസി തന്നെയാണ്. ആ വിശ്വാസിയെ ഉപമിച്ചത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ തംബ്രിനെ പോലെയാണ്, കാരക്ക പോലെ. നല്ല ടേസ്റ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ ഒരേ മണമായിരിക്കും. നമ്മൾ എന്തുപോലെ ആകണം? ഈ രണ്ട് പഴത്തിൽ ഒന്നാമത് പറഞ്ഞ ഉത്തുറുജ്ജത്ത്, മാതള നാരങ്ങയെപ്പോലെയാവണം. എങ്ങനെയാണ് വിശ്വാസികൾ നമ്മളങ്ങനെ ആയിത്തീരുന്നത്? ഖുർആൻ പാരായണത്തിലൂടെയാണ്, ദിക്റുള്ളയിലൂടെയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം എളുപ്പമാകും. അതുകൊണ്ട് വിശ്വാസികളെ, ഇക്കാര്യമൊക്കെ തന്നെ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെ അതൊക്കെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യഥാർത്ഥമായ മാർഗത്തിൽ ഇതൊക്കെ പറഞ്ഞ് പ്രബോധനം ചെയ്യുന്ന വിഷയത്തിലും അങ്ങനെ ഹൈറോടുകൂടി വളരുന്ന വിഷയത്തിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗപ്രവേശം ലഭിക്കും. അതുപോലെ തന്നെ വിശ്വാസികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പയോടൊക്കെ തന്നെ നല്ല നിലക്ക് അല്ലേ വർത്തിക്കേണ്ട, അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ റമദാൻ മാസത്തിൽ അല്ലേ റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ നമ്മുടെ ഉപ്പക്ക് അല്ലേ കാരുണ്യത്തിൻ്റെതായ ആ എല്ലാ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം തമ്മിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞല്ലോ. അതിന് ഉദാഹരണം പറയുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്നിട്ട് 2 വർഷത്തോളമായി കിടപ്പിലായിരുന്നു. കുറേ പ്രായമുണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ വീടിൻ്റെ വരാന്തയിലേക്ക് വന്ന് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഉമ്മ ഇങ്ങനെ തേങ്ങിക്കരയാണ്. അപ്പോൾ എന്താ ഉമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് വൈകുന്നേരം ഒരു ഓമശ്ശേരിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ISMൻ്റെ ഒരു ഇഫ്താർ ക്യാമ്പ്, ഒരു സൽദാര എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് പോകാനുള്ള ധൃതിയിൽ ഞാനിങ്ങനെ എൻ്റെ വാച്ച് കണ്ടില്ല, എപ്പോഴും വാച്ച് കെട്ടാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ തിരഞ്ഞ് അങ്ങനെ വാച്ച് കെട്ടാതെയാണ് ഞാൻ ഇറങ്ങിപ്പോയിരുന്നത്. അപ്പോൾ ഇമ്മനോട് പറഞ്ഞത് എവിടെ ഉണ്ടാവും, ഞാനൊരു മരണ വീട്ടിലൊക്കെ പോയി അങ്ങനെ വീട്ടിൽ എത്തിയാണ്. ആ തിരക്കിൽ വാച്ച് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് പറയുമ്പോൾ ഒരു നിസ്സാരമായിരിക്കും, പക്ഷെ ഇപ്പോഴൊരു ഗൗരവത്തെ കാണുകയാണ്. എനിക്കൊരു നിസ്സാരം, കാരണം ഞാൻ വീട്ടിൽ ചെന്ന് ഒന്നുകൂടി തിരഞ്ഞാൽ ഏതോ മേശൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാവും, നമ്മൾ നിസ്സാരമായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഉമ്മക്ക് അതിങ്ങനെ ആലോചിക്കുകയാണ്. ഉമ്മ ഞാനിപ്പോൾ ഇങ്ങനെ അവിടെ ഓമശ്ശേരി പോയി ഇങ്ങോട്ട് അത്തോളിക്ക് വന്ന് അപ്പോൾ അവിടെ ക്ലാസ്സിനെത്തി ഇങ്ങനെ തറാവി കഴിയുമ്പോൾ കൂടെ എത്തുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇവനിപ്പോൾ വാച്ചില്ലാതെ പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന്. എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് അല്ലേ, അതിൽ സമയം അറിയാനുള്ള സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അലാറം ഇത്ര ടൈമിന് അടുത്തുള്ള അലാറം വെക്കുക ഒക്കെ ഉണ്ട്. പക്ഷെ ഉമ്മ അതിലൊക്കെ ഒന്നും ചിന്തിക്കുന്നില്ല.
പാവപ്പെട്ട അങ്ങനെയുള്ള ഉമ്മമാരാ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ഉമ്മമാർ. അത് വിചാരിച്ചിട്ട് അല്ലേ നമുക്ക് കുറേ ബേജാറും കുറേ ചുറ്റുപാടുണ്ടാവും. പക്ഷെ ഉമ്മമാർക്ക് അങ്ങനത്തെ നിസ്സാര കാര്യം അവരെ വേദനിപ്പിക്കും. ഞാനിപ്പോഴും ഞാനിങ്ങോട്ട് വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ സംഭവമാണത്. ഉമ്മ ആ നിസ്സാരമായ കാര്യത്തിനാണല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് വാച്ചെടുക്കാതെ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യത്തിലാണല്ലോ ഉമ്മ ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് വൈകുന്നേരം ഇത്ര ദിവസം മുമ്പൊന്നുമല്ല, ഇന്ന് ഓമശ്ശേരിയിലേക്ക് ഞാൻ ആ ക്യാമ്പിന് ISM ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് കണ്ണീരൊലിപ്പിച്ചത് എനിക്കൊരു വാച്ച് കിട്ടാത്തതിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ വാച്ച് ഇങ്ങനെ തിരഞ്ഞിട്ട് കിട്ടാത്തതിൻ്റെ പേരിലാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പിന്നെയും സങ്കടപ്പെട്ടു പോയി. ഞാനിത് പറഞ്ഞു തരുന്നത് വിശ്വാസികളെ, നമ്മുടെയൊക്കെ തന്നെ പ്രായമായ ഉമ്മമാർ, എൻ്റെ ഉമ്മയെപ്പോലെ നിങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലെ, സഹോദരിമാരുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ വിഷയത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ കാണാതെ കണ്ണീരൊലിപ്പിക്കുന്നവരാണ് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വലിയുമ്മമാർ, നമ്മുടെ വലിയപ്പമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ കൊടുക്കാൻ സാധിക്കണം. അവർക്ക് കാരുണ്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നാലേ നമുക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ പലരുമുണ്ട്, വിശ്വാസികളായ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സീരിയസ് ആയി എടുക്കേണ്ട വിഷയം ഓരോന്നും സീരിയസ് ആയി എടുക്കണം. എന്നാലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂ. നമ്മളൊക്കെ തന്നെ ഒരു പബ്ലിക് എക്സാമിലേക്ക് കിടക്കുകയാണ് അല്ലേ. ഈ മാർച്ച് മാസമായാൽ പിന്നെ പബ്ലിക് എക്സാമാണ്, SSLC +2 പല പരീക്ഷകളും. ആ പരീക്ഷകളിൽ കയറി ഇരുന്നാൽ നമുക്ക് ടീച്ചേഴ്സ് പേപ്പർ തന്നാൽ വളരെ സീരിയസ് ആയിട്ടല്ലേ നമ്മൾ പരീക്ഷ എഴുതുക. ആ സമയത്ത് ഇങ്ങനെ സാധാരണ ക്ലാസ്സിൽ ഇങ്ങോട്ട് അടിപിടി കൂടി ഇങ്ങനെ അങ്ങോട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ ആരെങ്കിലും കളിക്കുമോ? നിങ്ങൾ ആരെ കളിക്കുമോ? ഇല്ല. കളിച്ചാലോ ടീച്ചേഴ്സ് വന്നിട്ട് പ്രിൻസിപ്പാൾ, ഹെഡ്മാസ്റ്റർ വന്ന് ചൂടാവും. എടാ എനിക്ക് പരീക്ഷ ജയിക്കേണ്ടത്, ഇങ്ങനെ കളിച്ചിരിക്കുകയാണോ? നമ്മളങ്ങനെ കളിച്ചിരിക്കില്ല, നമ്മൾ സീരിയസ് ആയിട്ട് പരീക്ഷ എഴുതും. 2 മണിക്കൂറുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ നല്ല രൂപത്തിൽ തീർത്തെഴുതാൻ നമ്മൾ ശ്രദ്ധിക്കും. ഒരു അധ്യാപകനായി ഞാൻ ആ എക്സ്പീരിയൻസ് മുൻനിർത്തി കൂടി ആണ് പറയുന്നത്. ഇവിടെ അധ്യാപകർ പലരുണ്ട്, അസർമാഷ അടക്കമുള്ളവരുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് പരീക്ഷയെ കാണും. അതിനേക്കാളൊക്കെ തന്നെ വിശ്വാസികളെ സീരിയസ് ആണ് അള്ളാഹുവിനെ ചെയ്യുന്ന ഇബാദത്ത്. പറഞ്ഞാൽ നമസ്കാരം വളരെ സീരിയസ് ആണ്. നമ്മുടെ റബ്ബിന് മുമ്പിൽ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. ഞാനിത് പറയാൻ കാരണം, ഞാനിങ്ങനെ ലാസ്റ്റ് തറാവി നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ആരെയും ഒറ്റ കുട്ടിയും കുറ്റപ്പെടുത്തല്ല. എത്രയോ നല്ല കുട്ടികളാണ് അവിടെ ഉള്ളവരൊക്കെ, നന്നായി നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ 2-3 കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കൈകൊണ്ട് ഇങ്ങനെ ആക്കിയും ഇങ്ങനെ നിസ്കരിക്കുന്ന ഇത് റെക്കോർഡ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, എന്താ പ്രിയപ്പെട്ട കുട്ടികളെ, കുട്ടികൾക്ക് അറിയാം അവരാരാണെന്ന്. നമ്മളങ്ങനെ ഒരിക്കലും നിസ്കാരത്തെ കാണരുത്. സീരിയസ് ഒരിക്കലും തന്നെ ചിരിക്കാനുള്ളതല്ല, കളിക്കാനുള്ളതല്ല നമസ്കാരം. നമുക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്ത് പോകണ്ടേ. അതുകൊണ്ട് നമസ്കാരത്തെ സീരിയസ് ആയി കുട്ടികളെ നമ്മൾ എടുക്കണം. നമ്മുടെ പേരക്കുട്ടികളെ അതിന് പ്രേരിപ്പിക്കുക. അങ്ങനെ ദീനിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെ അതിൻ്റെ അർത്ഥതലത്തിൽ കാണാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സംശയമില്ല, റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഒക്കെ തന്നെ അതിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു വന്നുകൊണ്ട് നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാം തന്നെ ചേർക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. നേരത്തെ സൂചിപ്പിച്ച ആ കളക്ഷൻ